PSUടെയും സംസ്ഥാന സർക്കാരിന്റെയും പേര് ദുരുപയോഗം ചെയ്ത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മേഖലയിൽ വൻ തട്ടിപ്പ് നടത്തുന്നതായി ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനം പോലുമല്ലാത്ത റൂട്രോണിക്സ് എന്ന സ്ഥാപനം ഒറ്റ നോട്ടത്തിൽ സർക്കാർ സ്ഥാപനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പരസ്യങ്ങൾ നൽകുന്നത്. PSUയുടെ പേരും റൂട്രോണിക്സിന്റെ പരസ്യത്തിൽ ദുരുപയോഗം ചെയ്യുന്നു. റൂട്രോണിക്സ് ഒരു സർക്കാർ സ്ഥാപനമല്ലെന്ന് വിവരസാങ്കേതിക വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി വ്യക്തമാക്കുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നവുമായി തിരിച്ചറിയാനാകാത്ത വിധം സാമ്യമുള്ള ലോഗോയാണ് റൂട്രോണിക്സ് ഉപയോഗിക്കുന്നത്. ലോഗോയ്ക്ക് കീഴിൽ കേരള സർക്കാർ സ്ഥാപിതം എന്നെഴുതിയിരിക്കുന്നു. ഇതെല്ലാം വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് വ്യക്തം. യഥാർത്ഥത്തിൽ ഏതാനും സൊസൈറ്റികളുടെ അപ്പെക്സ് ബോഡി മാത്രമാണ് റൂട്രോണിക്സ്. സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പുമായി റൂട്രോണിക്സിന് ഒരു ബന്ധവുമില്ല. വ്യവസായ വകുപ്പിന്റെ ഒരു ഉത്തരവിന്റെ മറവിലാണ് റൂട്രോണിക്സ് സർക്കാർ അംഗീകൃതം എന്ന പേരിൽ കോഴ്സുകൾ നടത്തുന്നത്. 22/3/2011 കേരള PSC റൂട്രോണിക്സ് കോഴ്സുകൾ അംഗീകരിച്ച് ഉത്തരവിറക്കി. എന്നാൽ തീരുമാനം വിവാദമായതോടെ 30/9/2011 PSC തന്നെ ഈ ഉത്തരവ് റദ്ദാക്കി. എന്നാൽ റൂട്രോണിക്സിന്റെ വെബ്സൈറ്റിലും പ്രിൻസിപ്പൽ അഫിലിയേറ്റായി അവകാശപ്പെടുന്ന CTDCയുടെ വെബ്സൈറ്റിലും ഇപ്പോഴും PSCയുടെ പഴയ ഉത്തരവ് ഉപയോഗിച്ചാണ് പരസ്യം ചെയ്യുന്നത്. റൂട്രോണിക്സ് ഒരു സർക്കാർ സ്ഥാപനമാണെന്നും വെബ്സൈറ്റ് അവകാശപ്പെടുന്നു. റൂട്രോണിക്സിന്റെ പത്രപരസ്യങ്ങളിലും ഇപ്പോഴും PSCയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. PSCയുടെയും സർക്കാരിന്റെയും പേര് ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വഞ്ചിക്കപ്പെടുന്നത്. കമൽ, റിപ്പോർട്ടർ, വയനാട്. സർക്കാരിന്റെയും PSCയുടെയും പേര് ദുർവിനിയോഗം ചെയ്യുന്നതിന് പുറമെ റൂട്രോണിക്സിന്റെ പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പും നടക്കുന്നുണ്ട്. റൂട്രോണിക്സിന്റെ ഫ്രാഞ്ചൈസി ലഭിക്കണമെങ്കിലും കോഴ്സിന് ചേരണമെങ്കിലും DD അടയ്ക്കേണ്ടത് CTDC എന്ന മറ്റൊരു സ്ഥാപനത്തിന്റെ പേരിലാണ്. റൂട്രോണിക്സിന്റെ മുഴുവൻ കോഴ്സുകളും നടത്തണമെങ്കിൽ തുടക്കത്തിൽ 75,000 രൂപയാണ് ഒരു സ്ഥാപനം നൽകേണ്ടത്. എന്നാൽ ഈ ഫീസ് നൽകേണ്ടത് റൂട്രോണിക്സ് MDയുടെ പേരിലല്ല. തിരുവനന്തപുരത്തെ CTDC എന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന്റെ പേരിലാണ് DD എടുക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ കോഴ്സ് ഫീസിന്റെ ആദ്യ ഗഡുവും CTDC പ്രസിഡന്റിന്റെ പേരിലാണ് DD ആയി അയക്കേണ്ടത്. തങ്ങൾ റൂട്രോണിക്സിന്റെ പ്രിൻസിപ്പൽ അഫിലിയേറ്റ് ആണെന്നാണ് CTDCയുടെ വെബ്സൈറ്റിൽ അവകാശപ്പെടുന്നത്. റൂട്രോണിക്സിന് നൽകേണ്ട പണം എന്തിന് മറ്റൊരു സ്ഥാപനത്തിന്റെ പേരിൽ നൽകുന്നു എന്ന് വ്യക്തമല്ല. മാത്രമല്ല, റൂട്രോണിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യവസായ വകുപ്പും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് വ്യവസായ വകുപ്പ് റൂട്രോണിക്സ് കോഴ്സുകൾ അംഗീകരിച്ചതെന്ന് വ്യക്തം. ഇതുകൊണ്ട് തന്നെയാണ് പരീക്ഷകൾ നടത്താനുള്ള അധികാരം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് നൽകാതെ റൂട്രോണിക്സിന് തന്നെ നൽകേണ്ടി വന്നത്. കമൽ, റിപ്പോർട്ടർ, വയനാട്.